കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറോ എന്താ സാർ വിശേഷിച്ച്? ഇന്ന് എത്രയാ തീയതി? ഇന്ന് 8 തീയതി. എല്ലാ മാസവും 5 തീയതി വാടക തന്നോളാന്നുള്ള ഉറപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് തന്നത്. അപ്പൊ 5 തീയതി തന്നെ തരുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ? മര്യാദ കേടൊന്നും ഞങ്ങള് കാണിച്ചിട്ടില്ല സാർ. ആ, നീ സാറിന്റെ വീട്ടില് വാടക കൊണ്ട് കൊടുത്തതല്ലേ? അത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച പൈസ നീ കൊടുത്തോ ഇല്ലയോന്ന്? അത് അമ്മ, അത് പിന്നെ അത് ചേച്ചി അല്ല. ഞാൻ നിങ്ങളുടെ ഈ നാടകം കളിയൊന്നും എന്റെ മുന്നിൽ വേണ്ട. കൊണ്ടുവന്ന് തരാൻ ഞാൻ ഇവളുടെ കയ്യിൽ കാശ് കൊടുത്തതാ. ഇവള് കൊണ്ടുവന്ന് തന്നോന്നാ ഞാൻ കരുതിയെ. എന്നിട്ട് അവളത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നോന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ. കുട്ടികളുടെ അച്ഛനെ വിളിച്ച് ഇപ്പൊ തന്നെ പൈസ കൊണ്ടുവന്ന് തരാൻ പറയാം. അയാളുടെ ഫോണിൽ വിളിച്ച് നോക്കി ഞാൻ. ഒരു തവണയല്ല, പല തവണ എടുത്തിട്ടില്ല. എന്റെ നമ്പർ കണ്ടിട്ടാവും. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാർ, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കാശ് എത്തിച്ചോളാം. മാസാമാസം വാടകയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്നിന്ന് കെഞ്ചാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്കറിയൂ, ഇത്രയും റിച്ചായി ഫർണിഷ് ചെയ്ത ഈ വീട് ഞാൻ എന്റെ മകന് വേണ്ടി ഉണ്ടാക്കിയതാ. അവനൊരു 10 കൊല്ലത്തെ അസൈൻമെന്റുമായി അമേരിക്കയ്ക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാ ശിവദാസൻ ഒരു വീടിന് വേണ്ടി എന്റെ അടുത്ത് വന്നത്. അയാളുടെ പെരുമാറ്റം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാ വളരെ തുച്ഛമായ വാടകയ്ക്ക് വീട് ഞാൻ നിങ്ങൾക്ക് തന്നത്. മനസ്സിലായോ? ഒരു കാര്യം ചെയ്തേക്ക്, അടുത്ത മാസം വീടം കൊഴിഞ്ഞേക്ക്. ഒരു വാടക വീടിന് വേണ്ടി എന്റെ മുന്നിൽ ക്യൂ നിൽക്കിയ ആൾക്കാര്. അപ്പോഴാ നിങ്ങളുടെ ഒരു ഉരുണ്ട് കളി. സാർ അങ്ങനെ പറയല്ലേ. അങ്ങനെ തന്നെ പറയും. വെട്ടൊന്ന് മുറി 2, അതാ എന്റെ പോളിസി. അടുത്ത മാസം വീടൊഴിഞ്ഞ് താക്കോല് തന്നേക്കണം. അതിലിനി ഒരു വിട്ടുവീഴ്ചയില്ല. അത് പിന്നെ സാർ, ആളുകളുടെ മുമ്പ് വെച്ച് നാണം കെടുത്തിപ്പോ നിനക്ക് സമാധാനമായല്ലോ? എന്താ ഉണ്ടായി പറ അസത്തെ. വാ തുറന്ന് പറയാൻ. ഈശ്വര, വീട്ടുടമസ്ഥ വാടക ചോദിച്ച് കാണുമല്ലോ. അമ്മ ഇപ്പൊ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അമ്മയെല്ലാം അറിഞ്ഞു. ഇവിടെ അയാള് വന്നു, ഒരുപാട് അടിച്ച്. ചേച്ചി പോ, കേറിപ്പോ, കേറിപ്പോ, അമ്മയുണ്ട്. നിക്കടി അവിടെ. ആ വാടക കാശെടുത്ത് നീ എന്ത് ചെയ്തു? പറയാനാ പറഞ്ഞ. അതമ്മ, ഗർഭിണിയായൊരു പാവ സ്ത്രീ വഴിയിൽ കുഴഞ്ഞു വീണത് കണ്ടപ്പോ അവരുടെ ആശുപത്രി ചെലവിനായി ഞാൻ ആ കാശെടുത്ത് അവർക്ക് കൊടുത്തു. നീ ആരടി? മദർ തെരേസയോ? നാട്ടിലുള്ളവരെ മുഴുവൻ സഹായിക്കാൻ? എടി, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാട്ടർ കാനും തലയിൽ വെച്ച് വീട് വീടാന്തരം കേറി ഇറങ്ങിയ കാശാ നീ സിമ്പിൾ ആയിട്ട് ദാനം ചെയ്തത്. നാട്ടുകാരെ കാണിക്കാൻ. നീ ആരാടി? ഞാൻ കൂടോടി.
കൊല്ലുവോടി ഞാൻ. നിങ്ങളെ പറയിപ്പിച്ചിട്ട് സമാധാനമായില്ലേ? വേഗമ്മേ. ഏയ്, മേലാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായോ? അച്ഛൻ വന്ന് മക്കളെ. ഞാൻ വന്നു വിചാരിച്ച് ഡാൻസ് നിർത്തണ്ട, തുടരട്ടെ. ശിവേട്ടൻ എപ്പോഴാ വന്നേ? നിങ്ങളുടെ ഡാൻസും പാട്ടും തുടങ്ങിയപ്പോഴേ ഞാൻ ഇവിടെ എത്തി. നിന്റെ മതിമറന്നുള്ള ആട്ടം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. കളിയാക്കണ്ട ശിവേട്ട. അല്ല, ഇത്രമാത്രം സന്തോഷിച്ച ആട്ടമാടാൻ എന്ത് വിശേഷം ഇപ്പൊ ഉണ്ടായത്? അമ്മ എപ്പോഴും ഇങ്ങനെയാണല്ലോ അച്ഛാ. ഒരു ചെറിയ കാര്യം മതി അമ്മയ്ക്ക് ടെൻഷൻ ആവാനും സന്തോഷിക്കാനും. അപ്പൊ പറയും ഞങ്ങളോട്, വാ മക്കളെ നമുക്കൊരു ഡാൻസ് കളിക്കാന്ന്. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. വാ മക്കളെ. ആകെ വേർത്തു. ദേഹത്തെ വെള്ളം ഒഴിക്കണം. മോള് പോയി ഒരു തോർത്തെടുത്തോണ്ട് വന്നു. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. അമ്മേ, ചില നേരങ്ങളില് എന്റെ അച്ഛന്റെ മുൻപില് ഞാൻ അഭിനയിക്കുക. ഇവിടെ അമ്മ എന്നോട് കാണിക്കുന്ന പ്രവൃത്തികൾ ഒന്നും തന്നെ ഞാൻ അച്ഛനെ അറിയിക്കാറില്ല. പാവ, ആ മനസ്സ് വേദനിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ടാ. മോളെ, പത്മിനി നിന്നോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് അച്ഛന് നന്നായി അറിയാം. നേരത്തെ കാണിച്ച നൃത്തവും പാട്ടുമൊക്കെ നിങ്ങൾക്കുണ്ടായ സന്തോഷം കൊണ്ടല്ലെന്നും അച്ഛനറിയാം. ഞാൻ വഴിക്ക് വെച്ച് നമ്മുടെ വീട്ടുടമസ്ഥനെ കണ്ടിരുന്നു. അയാൾ ഇവിടെ വന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. തിരിച്ചു പോകുമ്പോ എന്തോ പറയാൻ മറന്നിട്ട് അയാൾ വീണ്ടും നമ്മുടെ വീടിന്റെ വാതിൽക്കലേക്ക് വന്നപ്പോ അകത്ത് നിന്നെ ഉപദ്രവിക്കുന്ന ബഹളമൊക്കെ കേട്ടെന്നും പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയ എന്റെ മുന്നിൽ അവളുടെ ഒരു ഗംഭീര സന്തോഷ പ്രകടനം. അമ്മ എന്നെ തല്ലിയതിൽ തെറ്റൊന്നും ഇല്ല അച്ഛാ. വാടക കൊടുക്കാൻ വെച്ച കാശ് ഞാൻ മറ്റൊരാവശ്യത്തിന് കൊടുത്തു. ആ വിവരം അച്ഛനോടോ അമ്മയോടോ പറഞ്ഞതുമില്ല. എന്റെ തെറ്റാ അച്ഛാ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടേണ്ടതുമാണ്. ഞാൻ ആ കാശ്... ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട പോലെ.